മിഡിൽ ഈസ്റ്റിലെ കരുത്തുറ്റ ശക്തിയായ ഇറാന്റെ രാഷ്ട്രീയ ആകാശത്ത് ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ കറുത്ത മേഘങ്ങൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം അയത്തുള്ള അലി ഖമേനി എന്ന ഒറ്റപ്പേരിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന അധികാരം ഇപ്പോൾ അദൃശ്യമായ ഒളിത്താവളങ്ങളിലേക്കും സൈനിക കൗൺസിലുകളിലേക്കും വഴിമാറിയിരിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി കരുതപ്പെടുന്ന മുസ്തഫ ഖമേനി വധശ്രമത്തെ ഭയന്ന് ഒളിവിൽ കഴിയുന്നുവെന്ന റിപ്പോർട്ടുകൾ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ അടയാളമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു ദിവസമായിരുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള അയത്തുള്ള അലി ഖമേനിയുടെ വസതിക്ക് നേരെ നടന്ന സംയുക്ത US-ഇസ്രായേൽ വ്യോമാക്രമണം ഇറാന്റെ സുരക്ഷാ കവചങ്ങളെ തകർത്തെറിഞ്ഞു. ഈ ആക്രമണത്തിലാണ് മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കുകളുടെ തീവ്രതയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആക്രമണത്തിൽ മുസ്തഫയുടെ മുഖത്തും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റു. ഇത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ രൂപത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൈകൾക്കും കാലുകൾക്കുമേറ്റ പരിക്കുകൾ ചലനശേഷിയെ ബാധിച്ചു. പരിക്കേറ്റ കാലിൽ ഇതിനോടകം 3 ശസ്ത്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ അദ്ദേഹം ഒരു കൃത്രിമകാൽ ഘടിപ്പിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് സർജറിയിലൂടെ മുഖത്തെ പാടുകൾ മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മുഖത്തേറ്റ പൊള്ളൽ കാരണം സംസാരിക്കാൻ അദ്ദേഹം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇതുകൊണ്ടാണ് പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ മുന്നിൽ വരാൻ അദ്ദേഹം തയ്യാറാകാത്തത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്തൊരു രാജ്യം ഭരിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന മാർഗം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് സന്ദേശങ്ങൾ ചോർത്തുമെന്ന ഭയത്താൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. മുസ്തഫ ഖമേനിയുടെ ഉത്തരവുകൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തുന്നത് സീൽ ചെയ്ത കത്തുകൾ വഴിയാണ്.